എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് സാക്ഷാൽ മാതുര അവനവന്റെ തേർഡ് ഐ ഓപ്പൺ ചെയ്യും. അവനിപ്പോ ആ ഇൻഫിനിറ്റി സുക്കിനോമി അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേസമയം ഇവിടെ അപ്പൂപ്പ ഹൊക്കാഗയും ഷിനോബികളും അവരെല്ലാവരും ചേർന്ന് ആ വുഡ്ജിപ്സുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തിട്ടും വുഡ്ജിപ്സുവിന് ഒരു പോറൽ പോലും ഏൽക്കില്ല. വൈറ്റ് സെറ്റ്സും ആണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ആ വുഡ്ജിപ്സുവിനെ അതിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്നോ അതിൻ്റെ അകത്ത് ആരാണെന്നോ മനസ്സിലാവില്ല. അപ്പൂപ്പ ഹൊക്കാഗ വീണ്ടും വീണ്ടും പാർട്ടിക്കൽ സ്റ്റൈൽ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആൾ അതിന് ഓരോ തവണ ശ്രമിക്കുമ്പോഴും ആളുടെ പാർട്ടിക്കൽ സ്റ്റൈല് അതങ്ങനെ ബ്രേക്ക് ആയിക്കൊണ്ടേയിരിക്കും. വുഡ് സ്റ്റൈൽ ആണെങ്കിൽ വീണ്ടും വളർന്ന് പന്തലിച്ച് ഓരോരുത്തരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഒരു വുഡ് സ്റ്റൈല് അത് പതിയെ പതിയെ ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. അപ്പൂപ്പ ഹൊക്കാഗയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ എന്താ സംഭവിക്കണേ, ശരിക്കും എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടറടിച്ച് അതിനെ നോക്കി നിൽക്കും. ഉടനെ വൈറ്റ് സെറ്റ്സ് പറയും, ഞങ്ങളുടെ ബോസ് സാക്ഷാൽ മാതുര, അദ്ദേഹത്തിന്റെ ശ്രമം അത് ഫലിച്ചു കഴിഞ്ഞു. ഉടനെ എല്ലാവരും ടെൻഷനായി മുകളിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും മാതുര ക്രിയേറ്റ് ചെയ്ത ആ കല്ലുമഴ അത് താഴേക്ക് വീഴുന്നതായിട്ട് അവര് കാണാം. ഷിക്കമരു ആണെങ്കിൽ അത് കണ്ട് വണ്ടറടിക്കും. ഷിക്കമരു പറയും, ആദ്യം 9 പവർ നമുക്ക് നഷ്ടമായി, പിന്നീട് ആ വുഡ്ജിപ്സു അത് താഴേക്ക് വീണു, ഇപ്പൊ ഇതാ ഒരുപാട് കല്ലുകളൊക്കെ നമ്മുടെ നേർക്ക് വരികയാണ്. വിങ്കിൾസ് ഒന്നൊന്നായിട്ട് താഴെ വീഴുമ്പോഴായിരിക്കും കിബ ഒരു കാര്യം കാണുക. കിബ നിലവിളിച്ചു പറയും, ഷിനോ മുകളിലേക്ക് നോക്ക്. ഉടനെ എല്ലാവരും അത് കേട്ട് മുകളിലേക്ക് നോക്കും. അപ്പൊ അവര് കാണും ആ ഇൻഫിനിറ്റി സുക്കിനോമി അത് ക്രിയേറ്റ് ആവുന്നത്. കുട്ടപ്പനുടനെ 7 റസംഗൺ ഷുരിംഗം ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് റിങ്കിൾസിനെ തകർക്കും. അതേസമയം സാസുക അവന്റെ സുസാന ഉപയോഗിച്ച് ഇപ്പൊ ഇൻഫിനിറ്റി സുക്കനോമി അത് ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അടുത്ത സെക്കൻഡ് സാസുക അവനവന്റെ സുസാന പവർ ഉപയോഗിച്ച് നാറൂട്ടോയെയും ടീമിനെയും അങ്ങനെ കവർ ചെയ്ത് പിടിക്കും. പുറത്താണെങ്കിൽ ആ ഒരു റിങ്കിൾസ് അതങ്ങനെ പൊട്ടി തകർന്ന് ഓരോരുത്തരുടെ അടുത്തേക്ക് വീഴും. പാവപ്പെട്ട ജനങ്ങളും ഷിനോബികളും എല്ലാം തന്നെ അതിൽ പെട്ടുപോകും. അപ്പൊ വലിയൊരു നിലാവില് മാതുരയുടെ മുഖം അതങ്ങനെ വിസിബിൾ ആവും. മാത്രമല്ല അതിൽ പെട്ടുപോയവര് ഇപ്പൊ പുതിയൊരു വെളിച്ചം അവർക്ക് നേരെ വരുന്നതായിട്ട് കാണും. അവരെല്ലാവരും ഇപ്പൊ പരസ്പരം നോക്കും. അപ്പോഴായിരിക്കും അവരൊരു കാര്യം ശ്രദ്ധിക്കുക, അവരുടെ കണ്ണുകള് അതിപ്പോ റെനീങ്ങ കണ്ണുകളായി മാറിയിരിക്കുകയാണ്. കില്ലർ ബി, ഗാറ, ലീ അങ്ങനെ എല്ലാവരും മാതുരയുടെ ഇൻഫിനിറ്റി സുക്കനോമിയില് പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫ്യൂഡൽ ആർട്സ് അവരും കണ്ണു തുറന്ന് പരസ്പരം നോക്കും. അവരുടെ കണ്ണുകളും റെനീങ്കനായി മാറിക്കഴിഞ്ഞു. അവിടെയുള്ള ജനങ്ങളും മൃഗങ്ങളും അങ്ങനെ എല്ലാവരും മാതുരയുടെ ഇൻഫിനിറ്റി സുക്കനോമിയില് പെട്ട് കഴിഞ്ഞു. കട്ട് ചെയ്ത മാതുര അവൻ ഡീപ് ഫോറസ്റ്റ് എമറസ്റ്റ് എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങും. ഉടനെ അവിടെ വലിയ വലിയ മരങ്ങള് അതങ്ങനെ ക്രിയേറ്റ് ആയി ഓരോരുത്തരെയും അതിന്റെ പാർട്ടിക്കിൾസ് റാപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഷിക്കമരു, ഹിനട്ട, ഹൊക്കാഗെ ആന്റി എന്നിങ്ങനെ എല്ലാവരെയും അതങ്ങനെ റാപ്പ് ചെയ്തെടുത്ത് തൂക്കിയെടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നറൂട്ടോ അവനത് കണ്ട് ഷോക്കായി ഹിനട്ടയെ രക്ഷപ്പെടുത്താൻ അവളുടെ അടുത്തേക്ക് ഓടും. ഉടനെ സാസുക അവനെ പിടിച്ചു വലിച്ച് കുട്ടപ്പനോട് പറയും, ഇപ്പൊ നീ പോവാൻ പാടില്ല, നമ്മളെല്ലാവരെയും ഞാനിതില് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുറത്തു പോയാ ഒരിക്കലും നമുക്ക് അവരെ പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല നമ്മളും ഇൻഫിനിറ്റി സുക്കനോമിയിൽ പെട്ടുപോകും. അതേസമയം ലോങ് ഷോട്ടില് ബ്ലാക്ക് സെറ്റ്സു അവനിപ്പോ നമ്മുടെ ആൾക്കാരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. കട്ട് ചെയ്ത ഇവിടെ സാസുക അവൻ പറയും, നിങ്ങൾ ആരെങ്കിലും സുസാനയിൽ നിന്ന് പുറത്തു പോയാലോ, എന്റെ റെനീങ്ങം കണ്ണിന്റെ വിസിബിലിറ്റിയിൽ നിന്ന് പുറത്തായാലോ അടുത്ത നിമിഷം മാതുരയുടെ ഇൻഫിനിറ്റി സുക്കനോമിയില് നിങ്ങളും പെട്ടുപോകും. അപ്പൊ അതേസമയം മറ്റൊരു ഭാഗത്ത് ഹാസ്രാമയും ടോബുരാമയും അവരും വണ്ടറടിച്ച് ചുറ്റും നോക്കും. ടോബുരാമ ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും ഇതില് നമ്മൾ പെട്ടുപോകാത്തത്? ഇൻഫിനിറ്റി സുക്കനോമി അതിതുവരെ നമ്മളെ ബാധിച്ചിട്ടില്ല. അതേസമയം ആ വൈറ്റ് സെറ്റ്സു അതിപ്പോ രണ്ടായിട്ട് പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് സാക്ഷാൽ യാമുട്ടോ സെൻസായി പുറത്തേക്ക് വരും. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. തേർഡ് ഹൊക്കാഗെ ചോദിക്കും, യാമുട്ടോ നീ ആയിരുന്നോ ഇതിന്റെ അകത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നത്? യാമുട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. തല പൊട്ടുന്ന വേദനയില് അവനിപ്പോ ചുറ്റും നോക്കും. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഉടനെ തേർഡ് ഹൊക്കാഗെ അവന്റെ കൈ പിടിച്ച് പറയും, ഇത് ഞാനാണ് തേർഡ് ഹൊക്കാഗ. ഉടനെ യാമുട്ടോ പറയും, എന്നെ മോട്ടോ അവനാണ് കടത്തിക്കൊണ്ട് പോയത്. ഇവിടെ എന്താ സംഭവിക്കണേ, യുദ്ധം അത് അവസാനിച്ചോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങള് യാമുട്ടോ ചോദിക്കും. അതിന് തേർഡ് ഹൊക്കാഗ പറയും, നീ ഇപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, എന്റെ കണ്ണിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യ്. അത് കേട്ട് യാമുട്ടോ സെൻസായി ആൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആളും ആ ഇൻഫിനിറ്റി സുക്കനോമിയിൽ പെട്ടുപോയി ഇപ്പൊ ട്രീ വന്ന്
അവനെ റാപ്പ് ചെയ്യാൻ തുടങ്ങും. യാമോട്ടോ സെൻസായി ഉടനെ ഒരു ഇല്യൂഷനിലേക്ക് പോവും. ആളുടെ പഴയകാല മെമ്മറീസിൽ ഒറോച്ചിമാറുവിന് വേണ്ടി ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ജീവിച്ചത്, അതിനുശേഷം ലീഫ് വില്ലേജിലേക്ക് എത്തിയത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ യാമോട്ടോ സെൻസായുടെ മുൻപിൽ യുക്കിമി അവളങ്ങനെ ഓടിച്ചാടി കളിച്ച് രസിക്കുകയാണ്. യാമോട്ടോ സെൻസായി വണ്ടർ അടിക്കും, യുക്കിമി ഇവളെങ്ങനെ ഇവിടേക്ക് എത്തി? യാമോട്ടോ സെൻസായി വണ്ടർ അടിച്ച് യുക്കിമി തട്ടിക്കളിച്ച ഒരു ബോള് അത് കയ്യിലെടുക്കും. അത് കയ്യിലെടുക്കേണ്ട താമസം അതങ്ങനെ പൊട്ടിപ്പോവും. അതിനുശേഷം അവൻ അൻപു ബ്ലാക്ക് ഓപ്സിൽ ചേർന്നത് കാക്കാഷിയെയും യുക്കിമിയെയും കണ്ടുമുട്ടിയത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന്റെ മുൻപില് അവനിപ്പോ കാണുകയാണ്. ആക്ച്വലി ഇത് മുഴുവൻ നടക്കുന്നത് ആ ഗെഞ്ചിപ്സുവില് അദ്ദേഹം പെട്ടുപോയതുകൊണ്ടാണ്. അവന്റെ മുൻപില് ഇപ്പൊ അവന് കാണാൻ സാധിക്കുക കാക്കാഷി ടീമും അങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. കാക്കാഷി യാമുട്ടോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മിഷന് പോണം. അത് കേൾക്കേണ്ട താമസം യാമുട്ടോ ആണെങ്കിൽ അവന്റെ പഴയ അൻപു ബ്ലാക്ക് ഓപ്സ് ഡ്രസ്സിലേക്ക് മാറി അവനും മിഷന് പോവാൻ റെഡിയാവും. യാമുട്ടോ സെൻസായി ആണെങ്കിൽ ആളുടെ മാസ്കിലേക്ക് തന്നെ നോക്കും. എനിക്കിപ്പോ ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെ ആരുമില്ല, എനിക്ക് ആകെയുള്ളത് അൻപു ബ്ലാക്ക് ഓപ്സ് ടീമാണെന്ന് പറഞ്ഞ് ആളാ മാസ്ക് മുഖത്ത് വെക്കാൻ റെഡി ആവുമ്പോഴായിരിക്കും ഒരു സെക്കൻഡ് നറൂട്ടോയും സാക്കുറയൊക്കെ ഓർമ്മ വരിക. യാമുട്ടോ സെൻസായി വീണ്ടും കൺഫ്യൂസ്ഡ് ആയി എങ്ങനെയെങ്കിലും റിയൽ വേൾഡിലേക്ക് കടന്നു വരാൻ കഴിയോ എന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ആളെ കൊണ്ട് അതിന് കഴിയില്ല. യാമുട്ടോ സെൻസായി വീണ്ടും ഇപ്പൊ കണ്ണു തുറന്ന് മുൻപിലുള്ള കാക്കാഷിയെ നോക്കും. കാക്കാഷി ജോനിയൻ ഡ്രസ്സിലാണ്. കാക്കാഷി ഇപ്പോ ആളുടെ കൈ നീട്ടി യാമുട്ടോ സെൻസായിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ തുടങ്ങും. അത് കണ്ട് യാമുട്ടോ സെൻസായും കൈ നീട്ടുമ്പോഴേക്കും ആ ഒറോച്ചിമാറുവിന്റെ പാമ്പ് അതങ്ങനെ ചാടി വീണ് കാക്കാഷിയെ കടിച്ചു പറിച്ച് താഴെയിടും. യാമുട്ടോ സെൻസായി ആണെങ്കിൽ ഇപ്പൊ കാക്കാഷി രക്ഷിക്കാൻ അവന്റെ പിന്നാലെ ഓടും. പക്ഷെ അപ്പോഴേക്കും കറുത്തിരണ്ട് ഒരു കുട്ടി യാമുട്ടോ സെൻസായിയുടെ കാലിൽ പിടിച്ച് വലിക്കാനായിട്ട് തുടങ്ങും. യാമുട്ടോ സെൻസായിക്കാണെങ്കിൽ തല പെരുത്ത് കയറും. അപ്പോഴായിരിക്കും മറ്റൊരു ഭാഗത്ത് നിന്ന് കുട്ടപ്പനും അവർ രണ്ടുപേരും യാമുട്ടോ സെൻസായോട് പറയാ, യാമുട്ടോ സെൻസായി നമുക്ക് എത്രയും പെട്ടെന്ന് കാക്കാഷി മാസ്റ്റർ രക്ഷിച്ച് തിരികെ പിടിക്കണം, ഞങ്ങളുടെ കൂടെ വായോ. ഉടനെ സായ് അവനവന്റെ പക്ഷിയില് അങ്ങനെ താഴ്ന്നു പറന്നു വരും. അവരെല്ലാവരും ആ പക്ഷിയുടെ ദേഹത്ത് കയറി കാക്കാഷി സെൻസായി രക്ഷിക്കാനായിട്ട് ഇപ്പൊ കബൂട്ടോയുടെ അടുത്തേക്ക് വരും. കബൂട്ടോയെ ആണെങ്കിൽ സായി അവന്റെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ അവന്റെ റസൻഗൺ പവർ അതുപയോഗിച്ച് ഇപ്പൊ കബൂട്ടോയെ അറ്റാക്ക് ചെയ്യും. ഉടനെ കബൂട്ടോ അവൻ കാക്കാഷി മാസ്റ്ററെ പുറത്തേക്ക് ഛർദ്ദിച്ചിട്ട് കുട്ടപ്പനെ തൂക്കിയെടുത്ത് യാമുട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. കുട്ടപ്പന്റെ കയ്യിലുണ്ടായിരുന്ന ആ റസൻഗൺ പവർ അത് യാമുട്ടോ സെൻസായുടെ ദേഹത്ത് വീണ് അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ഒരുപാട് വേദനയിൽ പൊളയുന്ന യാമുട്ടോ സെൻസായി അറ്റാക്ക് ചെയ്യാൻ കബൂട്ടോ അവൻ ഓടി അടുക്കും. പക്ഷെ കറക്റ്റ് സമയത്ത് സാസുക അവൻ ചാടി വീണ് ഇപ്പൊ കബൂട്ടോയെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ താഴെയിടും. കബൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സാസുകയുടെ നേർക്ക് വിഷം ചീറ്റും. അപ്പോഴേക്ക് യാമുട്ടോ സെൻസായി ആളുടെ വുഡ്ജിപ്സ് ഉപയോഗിച്ച് അവനെ മുഴുവനായിട്ടും അങ്ങനെ പിടിച്ച് ലോക്ക് ചെയ്യും. ഫൈറ്റുകൾക്കെല്ലാം ഒടുവില് കാക്കാഷിയും യാമുട്ടോ സെൻസായും സാസുകയും അങ്ങനെ എല്ലാവരും ഇപ്പൊ സേഫ് ആയിരിക്കുകയാണ്. ഉടനെ കാക്കാഷി മാസ്റ്റർ അവരെ എല്ലാവരെയും ഹൊക്കാഗെ ആന്റിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറയും, ഇനി മുതൽ ടീം 7ന്റെ ക്യാപ്റ്റൻ അത് യാമുട്ടോ സെൻസായി ആയിരിക്കും. യാമുട്ടോ സെൻസായി ആണ് അതിന് പറ്റിയ ആള്. അത് കേട്ട് ഹൊക്കാഗെ ആന്റിക്കും ഒരുപാട് സന്തോഷമായി അതിനെ അനുവദിക്കും. അങ്ങനെ അവരെല്ലാവരും ഒരേ ടീമായി മാറും. ഉടനെ സന്തോഷത്തില് അവർ തുള്ളിച്ചാടും. കട്ട് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് ഒറോച്ചിമാറുവിന്റെ ഗെഞ്ചിപ്സുവിന്റെ പവറിലാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മിനട്ടോ ആളും ഷോക്കായിട്ട് ലീഫ് വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങള് നോക്കി നിൽക്കുകയാണ്. ഓരോരുത്തരെയും മമ്മിയെ പോലെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണേ ചിന്തിച്ച് ആളങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.